പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ഭക്തിയോടെ നിന്നുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന കർത്താവേ സ്തുതിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആരാധന. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പേര് വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധകർത്താവെ സ്തുതിക്കുന്നതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കണേ. ഹല്ലേലൂയ. 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 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ സർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി നിന്നുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി മറ്റ് പല പ്രാർത്ഥനകളെക്കാളും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞൊരു പുതിയ ജീവിതം ആൾക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാകണത് ഈ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അവസാനം പറയവർ, എൻ്റെ മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടി ജീവിക്കും. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്തതല്ല, അവർ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പറയണതാണ്. ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്നുള്ളത് ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ അത് ചകഞ്ഞ് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ നിങ്ങളോട് പൊതുവായിട്ട് പറയണത്. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ഉടമ്പടി ഒരു സാധാരണ ഒരു വിശ്വാസത്തിൻ്റെ പ്രയോഗം അല്ല, എക്സ്പ്രഷൻ അല്ലെ പ്രഖ്യാപനം എന്നതിനേക്കാളുപരി ഉടമ്പടി അതിൽ തന്നെ ഒരു ജീവിതക്രമമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പുതുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിരിക്കുന്നത്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ തുടങ്ങിയ കാലത്ത് 16, 17, 18 കാലഘട്ടങ്ങളിൽ ഉടമ്പടി പുതുക്കുന്നത് 1/3 പേരായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിൻ്റെ 1/3 പേരാണ് ഉടമ്പടി പുതുക്കത്തുള്ളത്. അന്ന് 90 ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക വിഷയബന്ധിയായ ഒരു പ്രാർത്ഥനയായിരുന്നു. ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, വിഷയം. ഉടമ്പടി തുടക്കുന്ന കാലത്ത് 16 തുടങ്ങി 17, 18, 19, 20, പിന്നെ കോവിഡ് കാലം 20 വരുമ്പോൾ കോവിഡാവും. അതുവരെ ഇങ്ങനെ ഉടമ്പടി ഒരു വിഷയബന്ധിയാണ് നിന്നത്. അതുകൊണ്ട് ആൾക്കാർ ഒരു 90 ദിവസം ആകുമ്പോൾ വിഷയബന്ധിയായുള്ള ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങളുമുണ്ട് വിഷയബന്ധിക്കാരെ, പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങളും പറയത്തില്ല. കാര്യം വിഷയബന്ധിക്കാരെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി. പക്ഷെ പിന്നീട് നമ്മൾ പറയാതെ തന്നെ ഇപ്പോഴെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടോബർ 2-ാം തീയതി ഉടമ്പടി പുതുക്കിയവർ എത്രയാണെന്നറിയാമോ? ഒരു ദിവസം 1443 പേരാണ് ഉടമ്പടി പുതുക്കിയത്. അപ്പോൾ എന്നൊക്കെ എന്ത് വ്യത്യാസം വരുന്ന നോക്കി, 1443 പേര് ഒരു ദിവസം ഉടമ്പടി പുതുക്കുകയാണ്. അപ്പോഴിപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്കാർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ്, സംരക്ഷണം. അവർക്ക് ആരോ തങ്ങളുടെ കൂടെയുണ്ട്.
തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തങ്ങളെ നയിക്കാനും അമ്മയുടെ കൃത്യമായ സാന്നിധ്യം അവരനുഭവിച്ചിട്ട് ഉടമ്പടി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നണം. പിന്നെ മുമ്പത്തേക്കാൾ സന്തോഷം, കുടുംബത്തിലൊക്കെ വിശുദ്ധീകരണം, വചന വായനയൊക്കെ ഉള്ളത് കാരണം നല്ല ആധ്യാത്മികമായ പരിസരം, തിന്മയിൽ വീഴാതിരിക്കാനുള്ള ഒരു സംരക്ഷണം, ആകപ്പാടെ വല്ലാത്ത ഒരു ദൈവമായ അഭിഷേകത്തിൻ്റെ ഒരു കാലം. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴും നമ്മളാരും പറഞ്ഞിട്ടില്ല, അവർ തന്നെത്താൻ പറഞ്ഞാണ് ഞാനും എൻ്റെ കുടുംബവും മരണം വരെ ഉടമ്പടിയിൽ നിലനിൽക്കുമെന്ന്. കാര്യത്തിൽ ഉടമ്പടിയുടെ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നാലും ഏത് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്നാലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് വ്യക്തമാവോടെ. നമുക്ക് ചിലവൊന്നുമില്ല. ആകപ്പാടുള്ള ചിലവെന്ന് പറയണത്, ഉടമ്പടി നമുക്കുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ എന്താ, വളരെ സൂക്ഷ്മതയുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വിശ്വസ്തതയിൽ വെള്ളം ചേരുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. മൊത്തം ഉടമ്പടി നമ്മൾ പഠിക്കുമ്പോഴും ആൾക്കാരെ എല്ലാ ദിവസവും ഞാൻ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകണത് ഉടമ്പടി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റേ ഉള്ളൂ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട. എന്താണ്? വിശ്വസ്തതയിൽ വെള്ളം ചേർക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാര്യം ഇത് കോവനൻ്റ് ആയത് കാരണം, ഉടമ്പടി ആയ കാരണം നമുക്ക് വേണ്ടത് വിശ്വാസത്തെക്കാൾ ഉപരി എന്താണ്? പെർസ്വേറിങ് ഫെയ്ത്താണ് വേണ്ടത്. ഫെയ്ത്ത് നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഫെയ്ത്ത് മതി. ഉടമ്പടിയിൽ വേണ്ടത് പെർസ്വേറിങ് ഫെയ്ത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്തുടർന്ന് നിലനിൽക്കുന്ന ഫെയ്ത്താണ്. എൻഡ്യൂറിങ് ഫെയ്ത്ത് എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അതായത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം. വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പവിശ്വാസമൊന്ന് ഈശോ ഒരുതരം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ചില വിശ്വാസം ഈശോ വന്നപ്പോഴാണ് ബ്രാൻഡിങ് ഭയങ്കരമായത്. പണ്ട് എല്ലാം വിശ്വാസമാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇരിക്കുകയായിരുന്നു. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു ധാരണയാണ്, വിശ്വാസം എല്ലാം വിശ്വാസമാണെന്ന്. ഈശോ വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ഗ്രേഡ് ബ്രാൻഡ് ചെയ്ത്, എന്നിട്ട് ഈശോ പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? അപ്പോൾ വലിയ അടുത്തുള്ള അരുമ ശിഷ്യനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. ഒരു നിമിഷം അവൻ സംശയിച്ചു പോയി. അപ്പോൾ ഉടനെ അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് മറന്നുപോയി. ക്രിസ്തുവിനേക്കാൾ ഉപരി കടലിനെ കണ്ട് അവൻ പേടിച്ചു പോയി. അപ്പോൾ ക്രിസ്തു നിൽക്കുന്ന കാര്യം മറന്നിട്ട് അവൻ്റെ അനുഭവം കാരണം അവൻ പെട്ടെന്ന് സംശയിച്ചു പോയപ്പോൾ അവൻ താഴേക്ക് പോയി. അപ്പോഴാണ് കൈ നീട്ടിക്കൊണ്ട് കർത്താവ് പറയുന്നത്, അല്പവിശ്വാസി. ദാറ്റ് മീൻസ് ഷോർട്ട് ടൈം ഫെയ്ത്ത്. ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രാൻഡഡ് ഫെയ്ത്താണ് ഷോർട്ട് ടൈം ഫെയ്ത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വിശ്വസിക്കുന്നു, വചനത്തെ പ്രതി ക്ലേശവും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വിട്ടുപോകുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 13:21. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഇതാണ് അല്പനേരം. എന്താണ് അല്പവിശ്വാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യണത് പത്രോസിൻ്റെ കടലിൽ മുങ്ങിത്താഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യം ഈശോ എന്താ പറഞ്ഞത്? പ്രഭു, പത്രോസ് പറഞ്ഞു കടലിൻ്റെ മീതെ ഈശോയെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, പ്രഭു അങ്ങാണെങ്കിൽ എന്നെ കൂടി അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ
അനുവദിക്കുവിൻ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു? വരൂ എന്ന് പറഞ്ഞു. അതാണ് വചനം. അപ്പോൾ ആ വരൂ എന്ന് പറഞ്ഞ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. അതിന് പക്ഷേ പത്രോസിന് ആ വരൂ എന്ന വചനം മറന്നുപോയി. പക്ഷെ വചനത്തെ പ്രതി അതിന് ഈ വരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പ്രതിയുള്ള കുറച്ച് ക്ലേശങ്ങളുണ്ട്. ആ വരൂ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ടേക്ക് ദ ബേർഡ്. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ അവൻ പറഞ്ഞു. അപ്പൊ വരൂ എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ ചെല്ലേണ്ട കാര്യം ആരുടേതാണ്? നമ്മുടേതാണ്. അതത്ര ഈസിയല്ല. വരുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉണ്ടാകുന്ന ചിരിയും സന്തോഷവും ആവേശമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. ഓരോ വചനവും നടപ്പിൽ വരാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ ചെലവ് പടികളുണ്ട്. മനസ്സിലായി? അല്ലാതെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല. ദൈവം നമ്മുടെ ഒരു വിശ്വാസവും ടെസ്റ്റ് ചെയ്യാതെ എടുക്കത്തില്ല. ഈ കളികളെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വിശ്വാസം കൊണ്ടിരിക്കും, ഒരു പണിയും നടക്കത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ എന്ത് കാലെ പിടിച്ച് പറഞ്ഞാലും ദൈവം പറയും, ഓക്കെ പറയണതെല്ലാം ഞാൻ കേട്ടു, പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ട്. എല്ലാം പത്തോസിന് വരെ പറയും ടെസ്റ്റ് ചെയ്യാനുണ്ട്. നീ പറയണ കാര്യം സത്യമാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് വരുമെന്ന് പറയും. പിന്നെ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ കുണുങ്ങി ചാടി അങ്ങോട്ട് ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റ് വരും. എന്താണ്? പത്തോസ് കടലിൽ നോക്കും, കാലും നനയും. അപ്പോൾ താഴേക്ക് കർത്താവിനെ മാറ്റിയിട്ട് കടലിലേക്ക് നോക്കുമ്പോൾ യു എന്ന് അങ്ങോട്ട് എടുക്കും. അതായത് കർത്താവിനെ നോക്കിപ്പോയ ആളാണ് പെട്ടെന്ന് പകച്ചു പോകും. ഈ പെട്ടെന്ന് പകച്ചു പോണതല്ല, പെട്ടെന്ന് പകച്ചു പോണ അനുഭവങ്ങൾ ദൈവം തരും. മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പെട്ടെന്ന് പകച്ചു പോണതല്ല, പെട്ടെന്ന് നമുക്ക് പകച്ചു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ദൈവം തരും. ഇപ്പം നിങ്ങൾ ഭർത്താവിൻ്റെ കള്ളുകുടി മാറാൻ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അയാളുടെ സംശയ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം 2 ദിവസം അയാളുടെ സംശയം മാറി. അപ്പോൾ ദൈവമേ ഉടമ്പടി ഏറ്റ്, നേരത്തെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പണ്ട് പത്രക്കാരനെ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇൻസ്റ്റാൾമെൻറ്റുകാരനെ കൂടി സംശയമായി. അതാണ് പ്രശ്നം. ഒരാഴ്ച പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പത്രക്കാരനെ മാത്രം പുള്ളിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാരനെ കൂടി സംശയമായി. പകച്ചു പോയി നമ്മൾ പെട്ടെന്ന്. അപ്പോഴെന്ത് ചെയ്യും? ഇനിയിപ്പോൾ നീലത്തിരി കത്തിച്ചിട്ട് എന്ത് കാര്യം, പച്ചത്തിരി കത്തിച്ചിട്ട് എന്ത് കാര്യം? കണ്ട സംഭവത്തിൽ പേയ്മെൻറ്റ് വിരണ കണ്ടില്ലേ? ഇതിൻ്റെ ഉടമ്പടി വഴികളിലുള്ള പേയ്മെൻറ്റ് നോക്കണം. അത് ഇതിനകത്ത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനേക്കും അമ്മയേക്കും മക്കളും എല്ലാവരും ഏൽക്കും. പക്ഷേ ദൈവം മാത്രം ഏൽക്കത്തില്ല. ടെസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് ടെസ്റ്റെന്ന് പറയുന്ന വിശ്വാസമാണോ? ഇത് മരണം വരെ ടെസ്റ്റുകളുണ്ടാകും. അതാണ് ഈശോ പറഞ്ഞ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. 18:7 എടുത്ത് മത്തായി സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 18:7. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. ഇതാണല്ല, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, മാറ്റാൻ പറ്റത്തില്ല. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് എന്ന് പറഞ്ഞ പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. അല്ല, പ്രലോഭനം നല്ലതല്ല, ദുരിതം തന്നെയാണ്. അതിതുപോലെ ഇടയ്ക്കാട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ,
ഈ പ്രതീക്ഷ ചില സമയത്ത് നേരെ ഘടകവിരുദ്ധമായിട്ട് സംഭവിക്കും. ഇതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പ്രലോഭന നിമിത്തം എന്താ സംഭവിക്കണത്? ലോകത്തിൽ നമുക്ക് ദുരിതം. അതാ ഒന്ന് പറഞ്ഞേ, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അയ്യോ, ഇത് കണ്ട, ഇത് ഇൻഡിസ്പെൻസിബിൾ ആണ്. അതായത് അച്ഛനായാലും കത്തനായാലും കപ്പനായാലും കർദിനാളായാലും സംഭവം മാറ്റാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇതുള്ളതാണ്. ഇതിൻ്റെ ഈ ഫെയ്ത്ത് പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ് ടെസ്റ്റ്. പ്രലോഭനം എന്നൊരു ടെസ്റ്റ്. കാര്യം നമ്മളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാതെ എടുക്കത്തില്ല. അതിന് ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല തരത്തിലുള്ള ഗെയിംസ് തരും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ പ്രോബ്ലംസ് തരും. പ്രോബ്ലം നമുക്ക് അധ്യാത്മം വരുമ്പോൾ അത് പ്രോബ്ലമാണ് വരണത്. പ്രശ്നങ്ങൾ തരും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ. ഈ പ്രശ്നത്തിൽ ഇപ്പം എനിക്ക് ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു കായംകുളത്തുകാരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ സാക്ഷ്യം ഭയങ്കര രസമാണ്. പുള്ളിക്കാരനും വൈഫും ആണ് വിഷയം. എന്ന് കഴിഞ്ഞാൽ അവർക്ക് 8 കൊല്ലമായി അവർ കല്യാണം കഴിച്ചിട്ട് ഇതുവരെക്കും മക്കളില്ല. ഞാൻ കത്തോലിക്കനൊക്കെയാണ്, പക്ഷേ എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് പറയും. എന്തൊരു കഷ്ടമാണല്ലേ, എന്തൊരു കഷ്ടം വെച്ചാൽ വല്ലാത്ത കഷ്ടമാണ്. ദൈവം എല്ലാ സംവിധാനവും വിശ്വാസത്തിന് കൊടുത്തിട്ടും കോടികളും മുടക്കി അച്ഛന്മാരെയും പള്ളികളെയും എല്ലാം സ്ഥാപിച്ചിട്ടും കുറേ ആൾക്കാർക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഫോൾട്ടാണ്, ദൈവത്തിൻ്റെ അല്ല. ദൈവം എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ സാഹചര്യത്തിനും വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ ക്യാമത്വം നടിക്കാനോ അത് സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണത്. അതിൻ്റെ അകത്ത് ആർക്കും പങ്കില്ല. കാര്യം ദൈവം ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ഒരു ഫുൾ ടൈമേഴ്സാണ്. ഒരു സഭയിലും കാണത്തില്ല ഫുൾ ടൈമേഴ്സ്. കാത്തലിക് പ്രീസ്റ്റ് ഞങ്ങൾ ഫുൾ ടൈമേഴ്സാണ്, സിസ്റ്റേഴ്സും ഫുൾ ടൈമറാണ്. ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവിതം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാരാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജന്മം മൊത്തം പോയി പഠിച്ച് തിരിച്ച് നിങ്ങളടുത്ത് വരുമ്പോൾ സഭയുടെ ചിട്ടവട്ടങ്ങൾ ബിഷപ്പൊക്കെ എന്നാ പറയണമെന്ന് കേട്ടിട്ട് അതനുസരിച്ച് അനുദിനം ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഷോർട്ട് കമ്മീസ് വല്ലപ്പോൾ ഉണ്ടാവും. അത് 100-ൽ ഒരാൾക്കാർ 1000-ൽ ഒരാൾക്കാരുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ തിരുത്തും. അത് മനുഷ്യന്മാരായ ചിലപ്പോൾ തെറ്റൊക്കെ വരും, അതൊക്കെ തിരുത്തും. പക്ഷേ എന്നാലും ആ ലൈഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്ഥലത്ത് ഒരു ജീവിത രീതി ഒരാഴ്ച 1 മാസം നമ്മൾ അനുവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് പാടാണെന്ന്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കി ഇട്ടിട്ട് അവനൊരു വിശ്വാസത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് അവന് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, വേറെ ആരും എൻ്റെ അടുത്ത് ബാധകമല്ല. പുള്ളി അതിന് പറഞ്ഞ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ ഇതാണ്: എനിക്ക് ശാസ്ത്രമാണ് വിശ്വാസം എന്നാണ്, ദൈവമല്ല. ഞാൻ എല്ലാം ശാസ്ത്രത്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ തിരക്ക് കണ്ടിട്ട് അവളുടെ തലക്ക് അസുഖമായിട്ടാണ് അവളെ എന്നെ വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. മക്കളില്ലേ, എന്നിട്ടും തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ്റെ കാര്യം. 8 വർഷമായിട്ട് മക്കളില്ല, എന്നിട്ടും ഇവിടെ കൊണ്ടുവന്ന് ഭാര്യനെ തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇതിവിടെ വന്നിട്ട് നോക്കിയെന്ന് ഭാര്യ പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. ഉടമ്പടിയൊന്നും എടുത്തില്ല, പോയി. 2ഉം കൂടി ഉടമ്പെടുക്കാതെ പോയി. ഇവൾ ഈ തിരക്കിൽ ഈ ഭാര്യയും ഭർത്താവിനെ ഈ തിരക്കിലോട്ട് കൊണ്ടുവന്ന കാരണം അവൾ പറയണേ, ഞാൻ ഓട്ടോറിക്ഷ പോലും പിടിക്കാതെ അവളെ നടത്തിച്ചു കൊണ്ടുപോയെന്ന് ഇവിടെ കലൂര് വരെ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടും മക്കളെ വേണമെന്നുള്ള ആഗ്രഹം ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട് അവളെ. പക്ഷേ ഈ മനുഷ്യനെ വിശ്വാസമില്ലാത്ത ആളെ ചുവന്നുകൊണ്ട് പോയാൽ വിശ്വാസമുള്ളവരുടെ വിശ്വാസം കൂടി പോകും.
അത് കാരണം അവളെന്ത് ചെയ്യുന്നറിയാമോ, ഈ മനുഷ്യനെ ഇട്ടും ഒരു അനുഭവം കിട്ടിയല്ല, അത് കാരണം ഒളിച്ചും പാത്തും അവിടെ നിന്ന് ഉണ്ടയിട്ട് വീട്ടിൽ നിന്ന് വേറെ ഒരു ദിവസം വന്ന് ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ അവൾക്ക് പേയ്മെൻ്റ് ആയില്ല. അതാണ് ഞാൻ പേയ്മെൻ്റ് എന്ന് പറയണത്. ഭർത്താവ് ഇവിടെ വന്ന് നോക്കിയിട്ടും തന്നെ വലിച്ച് ഇഴച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടും പിന്നെ അവളെ ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത്. നിങ്ങൾക്കറിയാമല്ല, അമ്മ സത്യമല്ലേ, ദൈവം സത്യമാകുന്ന പോലെ തന്നെ. അതുകൊണ്ട് ഇതെല്ലാം കാണുന്ന ദൈവമില്ലേ, അവൾ അത്രയും പേയ്മെൻ്റ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. അമ്മ എന്ത് ചെയ്യുന്നറിയാവാ, ഈ ഉപ്പ് കഴിച്ച് തിരികെ എത്തിച്ചപ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൾ പ്രഗ്നൻ്റായി. ആഴ്ച പ്രഗ്നൻ്റായി. അപ്പം ഭർത്താവിന് വിശ്വാസമായി. കാര്യം എന്താണ്, ഇയാൾ ശാസ്ത്രം പറഞ്ഞിരുന്നിട്ട് IVF-ഉം പല പരിപാടിയൊക്കെ ചെയ്തില്ല അങ്ങേര്, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. അവസാനം ഇവിടെ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഒറ്റ വരവിന് ഒരാഴ്ച കൊണ്ട് തന്നെ അവൾ പ്രഗ്നൻ്റായി. ആ കുട്ടിയെ കിട്ടിയപ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം അയാളുടെ ശാസ്ത്രം അവിടെ പരാജയപ്പെട്ട കാരണം അയാൾ വിശ്വാസത്തിലേക്ക് വന്ന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ കുഞ്ഞും ജനിച്ച്. അപ്പം അതിന് മറ്റേത് മുല കൂടി മാറിയില്ലെങ്കിൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി എടുത്ത്. അമ്മയുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ 8 കൊല്ലമായിട്ട് കുഞ്ഞില്ലാത്ത ആൾക്കാരാണ്. ഒരു പിക്ചർ മാറുന്ന മാറ്റം കണ്ടില്ലേ, ഉടമ്പടിയിലൂടെ പിക്ചർ മാറുന്ന മാറ്റം കണ്ടില്ലേ. അതായത് ഈ രണ്ടാമത്തെ കുഞ്ഞിനെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെയും പ്രഗ്നൻ്റായി. അതോടുകൂടി ആ ചേടത്തിയുടെ പടം കൊഴിഞ്ഞ്. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് പ്രശ്നം, ദൈവം അംഗീകരിക്കത്തില്ല. ഇപ്പം എന്ത് ചെയ്ത്, അവൾക്ക് ഈ കുഞ്ഞിനെ മൂന്നാമത്തെ കുഞ്ഞിനെ കൊല്ലണം. കണ്ടാ എങ്ങനെയുണ്ട് പരിപാടി. പണ്ടൊരു കുഞ്ഞിന് വേണ്ടി തെണ്ടി നടന്നതാണ്. ഇപ്പം മൂന്നാമത്തെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് രാത്രിയും പകലും ഇവൾ നിലവിളിക്കുകയാണ്. എന്തിനാണ്, നമുക്കിതിനെ അബോർട്ട് ചെയ്ത് കളയാം, നമുക്കിതിനെ അബോർട്ട് ചെയ്ത് കളയാം. എന്താണ്ട് കാര്യം, ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കൊല്ലണേടി, നീ എന്താ ഇങ്ങനെ പറയണത്. അപ്പം അയാൾക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം വിശ്വാസം കിട്ടിയപ്പോൾ അയാൾക്ക് സത്യസന്ധമായ വിശ്വാസം കിട്ടി. അയാൾ പറയണത് കൊലപാതകമല്ലേ ഇവൾ പറയണത്. വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരാശ്വാസം സന്തോഷം ഉണ്ടാകുമ്പോൾ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, അയ്യോ എൻ്റെ 5 പൈസ ഇല്ലെന്ന് പറയും, ഞാൻ ചെയ്യത്തില്ല, നമുക്ക് വേണ്ടെന്ന് പറയും. കണ്ട, ഇത് ഇങ്ങനെയൊക്കെയുള്ള കള്ളവിശ്വാസങ്ങൾ ആൾക്കാർക്കുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് തിരിക്കുന്നതിൻ്റെ കാര്യം. വലിയ വിശ്വാസം, ചെറിയ വിശ്വാസം എന്നൊക്കെ ഈശോ പറയത്തില്ലേ. അതിൻ്റെ കാര്യം അല്പവിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കണ അനുസരിച്ചാണ് വിശ്വാസം വലുതാകണത്. ദൈവം എപ്പോഴും നോക്കണത് വലിയ വിശ്വാസം എന്നാണ് പറയണതെന്നുണ്ടെങ്കിലും അതെന്താ ട്രൂ ഫെയ്ത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസം എന്ന് വെച്ചാൽ ടെസ്റ്റഡ് ഫെയ്ത്താണ് സത്യവിശ്വാസം, അതിന് കള്ളൻ അല്ല. ഇപ്പം ഇവൾക്ക് വിശ്വാസം ഒരു ടെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവൾ എന്തുകൊണ്ടാണ് രാത്രിയും പകലും ഉറക്കവുമില്ല, ഊണുമില്ല, ഇവൾക്ക് ഡിപ്രഷനായി. പ്രഗ്നൻ്റുമാണ്, ഇവൾ ഡിപ്രഷനുമാണ്. ഇവളെ കൊണ്ട് സൈക്കാട്രിക് കാണിക്കേണ്ടി വന്ന അവസാനം. ഭർത്താവിനാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലാൻ താല്പര്യമില്ല, ഇവളാണെങ്കിൽ കുഞ്ഞിനെ കൊന്നേ മതിയാകത്തുള്ളൂ. എന്നടി കാര്യം എന്ന് പറയുമ്പം ആൾക്കാരൊക്കെ കളിയാക്കണം എന്നാണ് കാര്യം. കണ്ട നോക്കിയേ. അപ്പം ദൈവം അവിടെ ഇല്ല. ഇപ്പം ആരാ വന്നിരിക്കുന്നത് ദൈവമായിട്ട്? ആൾക്കാർ വന്നിരിക്കുകയാണ്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കുകയും ചെയ്യുന്ന പരിപാടി നമ്മുടെ കയ്യിലുണ്ടെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണ പലപ്പോഴും ഒരു സൊസൈറ്റിനെ വെച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. രഹസ്യത്തിൽ അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് സാക്ഷ്യം പറയാൻ പോകാമെന്ന് പറഞ്ഞിരിക്കല്.
പോകത്തില്ല. ഓന്തോടിയ വെയിൽ വരെ, ചെമ്പിൻ ചാടിയ ചട്ടി വരെ നീ തിരിച്ചു വരേണ്ടി വരും. ദൈവത്തിനെ പറ്റിച്ചിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ആരോടും അറിയാതെ തൻ്റെ കേമത്വമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു മകനെ മകളെ, ഇവിടെ തന്നെ നീ വരേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ ഒറ്റ നടക്കി സംഭവം പോകത്തില്ല. എന്താ കാര്യം? നീ ഫ്രോഡാണെന്ന് ദൈവത്തിന് ആദ്യമേ മനസ്സിലായതാണ്. ഒരിക്കൽ നമ്മളോർക്കുക, നിങ്ങൾക്ക് ഭർത്താവിനെ പറ്റിക്കുക, നാട്ടുകാരെ പറ്റിക്കുക, അയൽവാസികളെ പറ്റിക്കുക, ദൈവത്തിനെ പറ്റിച്ചാൽ ആ അവിടെ കിടക്കും. ഈ ഗർഭിണികളൊക്കെ 9-ാം മാസം 6-ാം മാസം ആകുമ്പോഴൊക്കെ മൂത്ത പിള്ളേരുണ്ടെങ്കിൽ അമ്മൂമ്മ പറയത്തില്ലേ, എടി അമ്മയുടെ ചെല്ലല്ലോ, എന്താ ഈ കൊച്ചിന് അകം കൊണ്ട് വയറായിട്ട് വല്ല മാന്തിയിട്ടുണ്ടെങ്കിൽ ആ ഗർഭിണിയുടെ വയറിൻ്റെ കൊച്ചു മാന്തി നഖത്തിൻ്റെ പാട് അങ്ങനെ തന്നെ മരണം വരെ കിടക്കും. എന്താണ്? ശരീരം ലൂസ് ചെയ്തിരിക്കണല്ലേ. ശരീരം ഇളമക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പാടിട്ടാൽ മതി, അവിടെ കിടക്കും അത്. അതുപോലെ തന്നെ ദൈവത്തിനായിട്ടൊരു പണി കൊടുത്താൽ ആ പാടങ്ങനെ കിടക്കും.